നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCTC. കഥയിൽ ഒളിപ്പിച്ച കാരണങ്ങൾ. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂരിലെത്തിച്ച് തെളിവെടുത്തു. വൻ പോലീസ് കാവലിൽ പ്രതിയെ ജിഷയുടെ വീട്ടിലെത്തിച്ചത് രാവിലെ 6:30-ഓടെ. വീടിനുള്ളിലും പരിസരത്തും ചെരുപ്പ് കടയിലും തെളിവെടുപ്പ് നടത്തി. എന്നാൽ ജനത്തിരക്ക് കാരണം അമീർ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തെളിവെടുക്കാനായില്ല. പ്രതിയുടെ കസ്റ്റഡി കാലാവധി തീരാൻ 3 ദിവസം മാത്രം ശേഷിക്കെ പരമാവധി തെളിവ് ശേഖരണത്തിന് പോലീസ് ശ്രമം. കേസിലെ ഏക പിടിവള്ളിയായ DNA നടപടികളും ഇതുവരെ പൂർത്തിയാക്കാനായില്ല. അമീറിനെ അസമിൽ കൊണ്ടുപോയി തെളിവെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതായും സൂചന. പ്രതി പിടിയിലായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും കേസ് ദുർബലപ്പെടുത്തി നിരവധി ചോദ്യങ്ങൾ. ജിഷയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ അംശം എങ്ങനെ എത്തി? കൊലപാതകത്തിനുള്ള പ്രേരണ തുടങ്ങി പോലീസിനെ ഉത്തരമുട്ടിച്ച് പൊരുത്തക്കേടുകൾ ഏറെ. DNA ഫലം മാത്രമല്ലാതെ ശക്തമായ തെളിവുകളുടെ അഭാവവും പ്രതിക്ക് രേഖാചിത്രവുമായി സാമ്യമില്ലാത്തതും കേസ് ദുർബലപ്പെടുത്തുന്നതായി നിയമവിദഗ്ധർ. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കുന്നതായി പോലീസ് സംഘം. നീക്കം കേരളത്തിലുള്ള നിരവധി അസം സ്വദേശികൾക്ക് ഇത്തരം പശ്ചാത്തലം ഉണ്ടെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ. തിരിച്ചറിവും തിരിച്ചടിയും. ബംഗാളിലെ CPM കോൺഗ്രസ് സഖ്യം ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവിൽ പാർട്ടി സംസ്ഥാന സമിതി. ബാന്ധവം പാർട്ടി നയങ്ങളുടെ ലംഘനം. കോൺഗ്രസുമായി ഒരു വിധത്തിലുള്ള കൂട്ടുകെട്ടുകളോ നീക്കുപോക്കുകളോ പാടില്ലെന്ന് പ്രകാശ് കാരാട്ട്. സംസ്ഥാന ഘടകത്തിന്റെ പിന്തുണയോടെ കാരാട്ടിന്റെ മുന്നറിയിപ്പ് യെച്ചൂരി ഇന്ന് തലസ്ഥാനത്തെത്താനിരിക്കെ. തൃണമൂലിനെ നേരിടാൻ മറ്റ് കക്ഷികളുമായി കൂട്ടുകൂടാമെന്ന നിലപാട് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസുമായി സഖ്യമാകാമെന്നല്ല. ബംഗാളിൽ CPMന്റെ ഉന്മൂലനം ലക്ഷ്യമിടുന്ന മമതയ്ക്കെതിരെ ദേശവ്യാപക പ്രചരണം നടത്തും. കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും പങ്കെടുപ്പിക്കും. എന്നാൽ ആരുമായും സഖ്യമുണ്ടാകില്ലെന്നും പ്രകാശ് കാരാട്ട്. അതേസമയം VSന്റെ ക്യാബിനറ്റ് പദവി സംബന്ധിച്ച് 2 ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിലും തീരുമാനമായില്ല. ക്യാബിനറ്റ് റാങ്കിൽ VS മനസ്സ് തുറക്കട്ടെ എന്ന് വാദം. പേരിനൊരു പദവി സ്വീകരിക്കാൻ VS തയ്യാറാകാത്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മന്ത്രിസഭയ്ക്ക്. ആശ്രയം തേടി സ്വാശ്രയം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ മാനേജ്മെന്റുകളും സർക്കാരും നിലപാടിൽ വ്യതിചലിക്കാതെ തുടരവേ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. മുഴുവൻ സീറ്റുകൾക്കും എൻട്രൻസ് റാങ്ക് പട്ടിക ബാധകമാക്കണമെന്ന സർക്കാർ വാദത്തിൽ മാനേജ്മെന്റുകളുടെ നിലപാട് ഇന്ന്. ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് +2 മാത്രം യോഗ്യതയാക്കണമെന്ന സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ആവശ്യത്തിന്മേൽ സർക്കാരുമായി നേരത്തെ 3 തവണ നടത്തിയ ചർച്ചയും പരാജയം. ചർച്ചകളുടെ വിശദാംശങ്ങൾ അസോസിയേഷൻ ഭാരവാഹികൾ ഇന്ന് സർക്കാരിനെ ധരിപ്പിക്കും. അതേസമയം ഒഴിവുള്ള സ്വാശ്രയ സീറ്റുകൾ നികത്തുന്നത് സർക്കാരിന്റെ ബാധ്യതയല്ലെന്നും അക്കാരണം കൊണ്ട് നയം മാറ്റാനാവില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. കോടതി കയറിയ ക്രൂരത. നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ റിമാൻഡിലായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഗുൽബർഗ കോടതി നാളെ പരിഗണിക്കും. അതേസമയം ഒളിവിലുള്ള 4ാം പ്രതി ശില്പയെ തേടി കർണാടക പോലീസ് സംഘം കോട്ടയത്ത് കടുത്തുരുത്തിയിൽ തിരച്ചിലിൽ. ശില്പയും കുടുംബാംഗങ്ങളും സംസ്ഥാനം വിട്ടതായും സൂചന. ശില്പ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയെന്നും ഡൽഹിയിലെ ജോലിക്കിടെ ഇംഗ്ലീഷ് പഠനത്തിനായി കുറച്ചുനാൾ മുമ്പ് നാട്ടിലെത്തിയതായുമാണ് തങ്ങൾക്കുള്ള വിവരമെന്ന് അയൽവാസികൾ. അതിനിടെ ശില്പയുടെ അച്ഛന്റെ കാർ തമിഴ്നാട്ടിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതായും റിപ്പോർട്ട്. റാഗിംഗ് കേസ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നതിനിടെ സംഭവം നടന്ന അൽഖമർ നഴ്സിംഗ് കോളേജിനെതിരെ നടപടിക്കൊരുങ്ങി നഴ്സിംഗ് കൗൺസിൽ. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കൗൺസിൽ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ. നഴ്സിംഗ് കോളേജുകളിൽ റാഗിംഗ് തടയാൻ നടപടികൾ കർശനമാക്കുമെന്നും കൗൺസിൽ അധ്യക്ഷൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCTC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.